ഇത് കിങ്ങിനകത്ത് മമ്മൂക്ക പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, നീ ഒരു പെണ്ണാണ്, വെറും ഒരു പെണ്ണ്. ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ ചേട്ടൻ അങ്ങനെ ഒരു ഡയലോഗ് എഴുതുമായിരുന്നോ? ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതും. ആ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ അങ്ങനെ എഴുതും. ആ സിറ്റുവേഷൻ അതാണ് ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ അത് എഴുതും. അപ്പൊ ഈ ഇപ്പൊ പറയുന്ന പോലെയുള്ള ലൈക്ക് ഒരു ഡയലോഗ്സിലെ ഈ അതായത് ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതാ അല്ല, ഡയലോഗ് സിനിമയാണ്, സിനിമയിലെ ഒരു സന്ദർഭമാണ് എന്ന സെൻസിബിലിറ്റിയോടുകൂടി അതിനെ സമീപിച്ചാൽ പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് യൂട്യൂബിലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന മാൻഡേറ്റുകൾ അനുസരിച്ചിട്ട് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ആർക്കും തന്നെ പറ്റില്ല. ഒരുപാട് മാൻഡേറ്റുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ്. അത് രഞ്ജി പണിക്കരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ഒരു വെറും പെണ്ണ് എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ കാണാൻ തയ്യാറായാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും പുതിയ സിനിമകളുണ്ട് നോക്കുന്നു, സ്ത്രീകളെ ഒട്ടും സഭ്യമല്ലാത്ത രീതിയിൽ സംബോധന ചെയ്യുന്ന സന്ദർഭങ്ങളില്ലേ? അത് പൊളിറ്റിക്കലി കറക്റ്റാണോ ഇപ്പോഴത്തെ ഈ മാൻഡേറ്റ് വെച്ചിട്ട്? എല്ലാ ജഡ്ജ്മെന്റ്സ് വരാറുണ്ടോ ഓരോ ഡയലോഗ്സ്? വരും, എല്ലാ കാലത്തും അതുണ്ടാവും. ഇപ്പൊ അത് കുറച്ചുകൂടെ വ്യാപകമാകുന്നത് ഇത്തരം പരിശോധനകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അതിന്റെ ശരിതെറ്റുകൾ എന്താണെന്ന് സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഒരു സ്ത്രീ കഥാപാത്രം സമാനമായ രീതിയിൽ ഒരു പുരുഷനോട് സംസാരിച്ചാലും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. ഇത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ്. ആ കഥാപാത്രമാണ് സംസാരിക്കുന്നത്.